ഹായ്, അപ്പോൾ വായിൽ കപ്പലോടിക്കാൻ പാകത്തിനുള്ളത് നല്ല അടിപൊളി ചില്ലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ചാലക്കുടി സ്റ്റൈലില്. അപ്പോൾ റെസിപ്പി അറിയണ്ടേ? പോന്നോളൂ. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് റെസിപ്പി പറഞ്ഞുതരാം. ചില്ലി പോർക്ക് ആരും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ കൂടെ കൂട്ടിക്കോളും. നല്ല പെശക് ചില്ലി പോർക്കാണ്, നല്ല സ്പൈസി. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നല്ല മാംസമുള്ള പോർക്ക് കനം കുറച്ച് നീളത്തിൽ ഇങ്ങനെയാണ് അരിയുക. പരിഞ്ഞു വെച്ചേക്കുന്നതാണ് എത്ര. ലിഡി ഇതുവരെ ചില്ലി പോർക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ കല്യാണം വരെ. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് മല്ലപ്പള്ളി, അതായത് പത്തനംതിട്ട മല്ലപ്പള്ളിന്ന് വന്ന ഇവർക്ക് ചില്ലി പോർക്കായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ. എന്നിട്ട് ഇവര് അവിടുന്ന് മല്ലപ്പള്ളിക്കാർക്ക് കൂടെ വന്ന പാത്രം വടിച്ചു നിൽക്കുന്നതാണ് കഥ. അപ്പൊ അതിനുശേഷം ലിഡിയയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചില്ലി പോർക്ക് വേണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ മെനു അനുസരിച്ച് ചില്ലി പോർക്ക്. അപ്പൊ വേണ്ട കനം കുറച്ച് എരിഞ്ഞ പോർക്കുകൾ. അപ്പൊ നല്ല നീളത്തിൽ എരിഞ്ഞു വെച്ചേക്കുന്ന പോർക്കിലേക്ക് നമ്മൾ ഉപ്പിടുന്നു, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഒരു 3-4 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നല്ല സ്പൈസി ചില്ലി പോർക്ക് ആയതുകൊണ്ട് ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി. പിന്നെ ഒരു വഴിക്ക് പോകുന്നതല്ലേ, ചൈനീസിന്റെ ആളായതുകൊണ്ട് കുറച്ച് സോയാ സോസ് കൊണ്ട് ഒഴിക്കുന്നു. പിന്നെ കുറച്ചൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലവർ. ഞാൻ മൈദയും കോൺഫ്ലവറും സമാസമാണ് എടുക്കാറ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ 2 മുട്ട ചേർത്തു. ഇനി ഇവരോട് നന്നായിട്ട് യോജിപ്പിക്കണം. അപ്പം എല്ലാവരും വിട്ടുവിട്ട് നിൽക്കുക. അപ്പം എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആക്കി തോളോട് തോൾ ചേർത്ത് നല്ല കോട്ടിങ്ങോട് കൂടി എടുക്കുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ സംഭവമാണ് നമ്മൾ വറക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് ആളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ആളുടെ മേത്ത് അങ്ങോട്ട് പറ്റി പിടിച്ചോളും. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ പോക്കുകുട്ടന്മാരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി സമയമെടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കൂടെ സെറ്റായി പോകും. അപ്പോൾ എണ്ണയിൽ നല്ല പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ ഒരാൾ നേരത്തെ പോയി അപ്പുറം വീണു. അപ്പോൾ ആൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പോർക്ക് എല്ലാം ഇങ്ങനെ വറുത്ത് കോരണം. കുറച്ചധികം പോർക്കുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിൽ വറുക്കുകയാണ്. അപ്പം നല്ല മൊരിഞ്ഞ പോർക്ക് കുട്ടന്മാരെ നമ്മളിതേ അങ്ങനെ കോരിയെടുക്കുന്നു. ലിഡിയ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ബാച്ചായിട്ട് എല്ലാ പോർക്കും നമുക്ക് വറുത്തെടുക്കണം. ഓക്കെ, അപ്പോൾ പോർക്ക് വറുത്തെടുത്തിട്ട് ബാക്കി കാണാം. ആ സമയം കൊണ്ട് ക്യാപ്സിക്കം, സബോള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. എല്ലാം നമ്മുടെ പോർക്കിന്റെ ഷേപ്പിൽ നീളത്തിൽ അരിഞ്ഞാണ്. അപ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ പൊള്ളി പിടിക്കും. നല്ല ഗ്ലൗസ് ഒന്നും വേണ്ട. സബോളി നമ്മൾ നീളത്തിലരിയണേ. സാധാരണ ചില്ലി ചിക്കനൊക്കെ നല്ല ക്യൂബായിട്ട് അരിയും, പക്ഷെ ഇത് നമുക്ക് ഇത്തിരി നീളം തന്നെ അരിയാം.
അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഭയങ്കര പൊടിയായിട്ട് അരിഞ്ഞു വെക്കുക. സ്പ്രിംഗ് ഒനിയന്റെ കനുള്ള ഭാഗം കേട്ടോ. ഇതൊക്കെ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്, ചില്ലി പോർക്കിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മൾ ആ പോർക്ക് വറുത്ത എണ്ണ തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിലായിരുന്നു. അപ്പോൾ അത് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണം. ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാൻ പോവാണ്. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് പാളയൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ബ്രൗൺ കളറായ വെളുത്തുള്ളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ആഡ് ചെയ്യാണ്. സബോള 2 കറക്കം കറക്കിയിട്ട് നമുക്ക് ക്യാപ്സിക്കൊക്കെ ആഡ് ചെയ്യാം. ഇപ്പൊ ഇത് നല്ല സ്പൈസി പോർക്ക് ആയതുകൊണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ചില്ലി ഫ്ലേക്സ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു മറ്റേ പോർക്കിന്റെ മുകളിലൊക്കെ ചെറിയ ഫ്ലേക്സ് നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ സവോളയുടെ രൂപം ഒന്ന് ആളുടെ കാനൊക്കെ ഒന്ന് കുറഞ്ഞ ആളൊന്ന് മയപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം നമ്മൾ ചേർക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സ്പ്രിംഗ് ഒനിയന്റെ തണ്ട് ഉണ്ടായിരുന്നേ, അപ്പോൾ ആ തണ്ടും കൂടെ അരിഞ്ഞത് ഇട്ടേക്കാണ്. അപ്പോൾ അവനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും ആളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോസൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിനി സോസ് ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ആവശ്യത്തിനുള്ള ടൊമാറ്റോ കെച്ചപ്പ്, നല്ല ഹോട്ട് ചില്ലി സോസ്. ഹോട്ട് ചില്ലിയാണ്, അപ്പോൾ നല്ല എരിവുണ്ടാവും, നല്ല കളറും ഉണ്ടാവും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയാ സോസ് ഒഴിക്കുമ്പോഴാണ് ആൾക്കൊരു ഉണർവൊക്കെ വരുന്നത്. അപ്പോൾ സോയാ സോസും ആവശ്യത്തിന് ചേർത്തു. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി നല്ല കളർ കിട്ടാനും ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടി നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് നമ്മളങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പോർക്കിനെ ചേർക്കാൻ പോവാട്ടോ. അപ്പോൾ നമ്മൾ പോർക്കിനെ ചേർത്തു. ഇനി പിന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ഹീറ്റിലാട്ടോ ചെയ്യേണ്ടത്, തീ ഒട്ടും കുറയ്ക്കരുത്. അപ്പം അങ്ങനെ കളറൊക്കെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഉണ്ടോ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള കോട്ടിങ് ആവുന്നു, നല്ല മണമാവുന്നു. പിന്നെ ഞാനൊരു ചൈനീസ് മസാല ഉണ്ട് കേട്ടോ. ചൈനീസ് മസാല അവസാനം ചേർക്കുക, അത് ഞാൻ കാണിച്ചു തരാം. ഇതേ ആളെ തനി രൂപമൊക്കെ കാണിച്ചതേ നല്ല കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള അതേ കളറിലേക്ക് ആൾ മാറി. ഇനി ഇതിലേക്ക് നമുക്ക് ചൈനീസ് ചെയ്യുന്ന മിക്കവർക്കും അറിയാം, എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുരുമുളക് പൊടി, പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ പാകത്തിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൈനീസ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അതായത് നമ്മുടെ സ്പൈസസ് ഒക്കെ തന്നെ. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളിയുടെയും ഇത് മണമൊക്കെ ഇത്തിരി കയറി നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമ്മളങ്ങോട്ട് ചേർക്കുക. അപ്പോൾ ഇനി ഗ്രേവി വേണം, അല്ലെങ്കിൽ ഞാൻ സാധാരണ ചില്ലി പോർക്കിന് അങ്ങനെ ഗ്രേവി കൊടുക്കാറില്ല. ഗ്രേവി വേണം എന്നുള്ളവർക്ക് സ്വല്പം കോൺഫ്ലവർ ചൂടുവെള്ളത്തിൽ ചാലിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം ഗ്രേവിയാവും. പക്ഷെ ഇതിന് നമ്മൾ ഗ്രേവി ഇല്ല, ഇങ്ങനെ കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അതിൻ്റെ നേർത്ത ഭാഗം കുനുകുനാ അരിഞ്ഞിട്ട് ചേർക്കും. അതിൻ്റെ ഗാർണിഷ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെളുത്ത എള്ള്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ കണ്ട. അപ്പം നല്ല അടിപൊളി വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് ചില്ലി പോർക്ക്.
അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഓർഡർ ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ ചില്ലി പോർക്ക് കേട്ടോ. നൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പലരുടെയും പല റെസിപ്പി ആയിരിക്കും. ഇത് ഞങ്ങൾ ചാലക്കുടി സ്റ്റൈലിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി.